സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഈ പരിസരങ്ങളെല്ലാം അതിലുൾപ്പെടും. അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് പണ്ട് ഒരു ക്യാൻറ്റീനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് വിട്ടിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കും, ഇവിടെ വന്നിരുന്ന് നമ്മൾ ഓരോ ചായ കുടിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിൽ എപ്പോഴും വരാറുള്ള സംഭവം എന്ന് വെച്ചാൽ മ്യൂസിക് ആയിരിക്കും അതിൽ മെയിൻ സബ്ജക്റ്റ്. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ വളഞ്ഞിരിക്കും. അവിടെ വളരെ ഒരു പൊട്ടിയ ഒരു മേശയുണ്ട് ഒരു സൈഡിലായിട്ട്. ആ പൊട്ടിയ മേശയുടെ ചുറ്റുമാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആ ഗ്ലാസും ഇതെല്ലാം കൂടെ ഞങ്ങൾ താളത്തിനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ എല്ലാവരുടെ കൂടിയിരുന്ന ഒരു കുട്ടിക്കൊണ്ട് ഞങ്ങൾ പാട്ട് ആരംഭിക്കും. ആ പാട്ടിൽ ഒത്തിരി സോങ്സ് ഇങ്ങനെ കയറിപ്പോകും. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് മുതലായ എല്ലാ പാട്ടുകളും ഇങ്ങനെ വരും. അപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ അന്ന് ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും പൊതുവായി ഇഷ്ടപ്പെടുന്ന കുറച്ച് താളങ്ങളുണ്ട്. ആ താളങ്ങൾ ഇപ്പോൾ എനിക്ക് ആക്ച്വലി അന്നത്തെ ഒരു ഇൻസ്പിറേഷൻ അതിനകത്ത് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ കമ്പോസിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. സാധാരണ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തക്ക ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ആക്ച്വലി ഒന്ന് കുറച്ച് പേര് പല രീതിയിലുള്ളവർ അവിടെ ഇരുന്നാലും എനിക്ക് ഒരുമിച്ച് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻറ്റീനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരും. അതിൽ ജേർണലിസ്റ്റുകൾ, വക്കീലന്മാരുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആക്ച്വലി ഇന്നും വലിയൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ ഇതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്കൊരു യാസിയുടെ ഒരു കരിയറിന് ഇപ്പോഴും ഒരു സപ്പോർട്ടാണ് അവർ. ഇവിടെ ഇരിക്കുമ്പോഴാണ് ജയരാജ് സാറ് പ്രത്യേകിച്ച് ഈ ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് ജയരാജ് സാർ എന്നെ ഫോർ ദ പീപ്പിളിന് വേണ്ടി വിളിക്കുന്നതും ഞാൻ ഇവിടെ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതും ആ ഒരു സംഭവം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ക്യാൻറ്റീൻ എന്ന് പറയുമ്പോഴും നമ്മുടെ എനിക്ക് തോന്നുന്നു വീടിനെക്കാട്ടിലും കൂടുതൽ സമയം ഈ കോളേജും ക്യാമ്പസ് സൗത്ത് പാർക്ക്. അന്നേ ജാസി ഇവിടെ ഇരുന്ന് പാടുമ്പോഴത്തേക്കും ഈ മലയാളം പാട്ടിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് ചേർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. മലയാളം പാട്ടിന് അത് ആക്ച്വലി ആ സമയത്ത് ഹോട്ടലിൽ പാടിക്കൊണ്ടിരുന്നതും ഹോട്ടലിൽ അവിടെ ഹിന്ദി റിക്വസ്റ്റ് വരുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കൂടെ ഹിന്ദി മിക്സ് ചെയ്ത് പാടും. മാത്രമല്ല ആ സമയത്താണ് ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അപ്പാച്ചി ഇന്ത്യൻ ഇറങ്ങുന്നത്. അപ്പം ആ സമയത്ത് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ആ കാസറ്റ്. അപ്പാച്ചി നോ റിസർവേഷൻ എന്നുള്ള കാസറ്റ് ഒരു ബാംഗ്ര ഫ്യൂഷനിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നൊരു ഇൻ്റർനാഷണൽ മ്യൂസിക്കിലേക്കൊരു ബാംഗ്ര വരുന്നത്. അതെ. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോഴേ അതിൻ്റെ ഒരു കുറേ അംശങ്ങളെല്ലാം കൂടെ ചേർത്ത് മലയാളം പാട്ടും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരേ താളത്തിൽ തന്നെ കുറേ പാട്ടുകൾ പാടും. അപ്പോഴത്തേക്കും ബാബാ സേഗാൾ ബപ്പിലേരി ആ സമയത്താണ് ITDCയിൽ വന്നത്. അപ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെ ഒരു ഇഷ്ടം. അപ്പോഴത്തേക്ക് ഈ താളം ഇതാണെങ്കിൽ ലാംഗ്വേജ് ഏതായാലും അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിരുന്നത്. അതാണ് ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ലജാവതിയിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു സംഭവം അതാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സെൻറ്ററി ഹാൾ. ഈ ഹാളിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഒരു 4-5 മണി ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു വൈകുന്നേരത്തോടുകൂടി സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വരും. ഇവിടെ വെച്ചാണ് ഞങ്ങളെല്ലാവരും അന്ന് കുറേ ഗ്രൂപ്പുണ്ട്. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുകയും വെസ്റ്റേണൊക്കെ തുടങ്ങിയത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നത് അല്ലേ? ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ബാലഭാസ്കറിൻ്റെ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണല്ലേ? ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ റോക്ക് ഷോ അവതരിപ്പിക്കുമ്പോഴും നമ്മൾ ആദ്യം ഇവിടെ വെച്ചാണ് ചെയ്തത്. എനിക്ക് രാജേഷ് ഇവിടെ നിന്നാണോ തുടങ്ങിയത്? രാജേഷ് ഇവിടെയാണോ പാടുന്നത്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രോഗ്രാമിന് ആദ്യമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ രാജേഷ് ആദ്യമായിട്ടും. അപ്പോൾ സെക്കൻഡ് പ്രോഗ്രാമിന് നമുക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്. ചേട്ടൻ പാടി സെക്കൻഡ് അത് ഇവിടെ മെയിൻ സ്റ്റേജ്. അതെ, അന്ന് രാജേഷ് പാടുമ്പോഴും നമ്മൾ ഗസ്റ്റായിട്ട് അതിലേക്ക് എൻ്റെ പ്രോഗ്രാമിന് ഒരു സോങ് മാത്രം ബാലു. പിന്നെ ഈ സെന്നറി ഹാളിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളന്ന് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത്. എത്ര വൈകിയാലും അവസരം വൈകുന്നേരങ്ങളിൽ ഇവിടെ കിടന്ന് ഉറങ്ങും. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലും ഞങ്ങളുടെ വേറൊരു ഞങ്ങളിവിടെ സ്റ്റുഡൻസ് ആയിരിക്കും തന്നെ ഞങ്ങളിവിടെ പ്രോഗ്രാം ചെയ്ത് സ്റ്റേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള സമയത്ത് പിന്നെ നൈറ്റിൽ ഒരു എനിക്ക് തോന്നുന്നു 1:30-2 മണിയൊക്കെ ആയാലും ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇവിടെ റെഗുലറായിട്ട് സ്റ്റേ ചെയ്ത അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഒരാഴ്ചയോളം കോമ്പറ്റീഷൻസുമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിലേക്ക് ഇവിടെ ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസത്തോളം ഇവിടെയാണ്. പട്ടിണിയും
പ്രാക്ടീസും എല്ലാം ആയിട്ട്. വീട്ടിൽ നിന്ന് തിരക്ക് ഇവിടെ വന്നാൽ മതി സെമിനറി ഹാളിൽ. എൻ്റെ അച്ഛൻ ഇവിടെ തിരക്കുന്നുണ്ട്, ആ ഷാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് സെമിനറി ഹാൾ. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യം എന്താ പറയുക, നമ്മൾ ഒത്തിരി ഡിസ്കഷൻസ് നടത്തിയതും എല്ലാ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സെമിനറി ഹാളിൽ നിന്നാണ്. അപ്പോൾ വൈകുന്നേരങ്ങൾ ഞങ്ങൾ ഈ ഗ്രൂപ്പ് എല്ലാവരും കൂടെ വരും. ഇവിടെ അക്കോസ്റ്റിക് ഗിറ്റാർ കാണും, പിന്നെ അകത്ത് ഡ്രംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പൊട്ടിയ ഇതാണ് എൻ്റെ പേര്, എന്തോ അല്ല, ഒരു അക്കോസ്റ്റിക് ഡ്രം കൊണ്ട് വെച്ചിരുന്നത് പ്രാക്ടീസിന് വേണ്ടി ഒരു ഡ്രം കൊണ്ട് വെച്ചിരുന്നത്. വാടകയ്ക്ക് എടുത്തിട്ട് സാധാരണ ഞങ്ങളുടെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി കൊള്ളുന്ന എടുത്താൽ വാടക കൊടുക്കാൻ കാശില്ലാതെ തിരികെ കൊണ്ടു കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് ആരും തരാറില്ല ഡ്രം. അങ്ങനെ അത് പിന്നെ മെയിനായിട്ട് ഗിറ്റാർ, പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ഇതടിച്ച് അന്ന് നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്തായിരുന്നല്ലോ, ഒരു കാതൽ മഴ എന്ന് പറയാം. അത് പാടിക്കോ. ഞാൻ കൂട്ടാം. ഇതൊരു കാതൽ മഴ, നീ എൻ വസന്തമാ, വിടരുമി വിടകളിൽ പടരുമോ, തരളമാ അരികിൽ വാ, ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ സരി ഗരി ഗ പ ഗ പ ദ പ ഗ പ ദ പ ദ സരി ഗരി ഗ സാരി ദ സ പ ദ സരി ഗ സാ ദ പ ഗരി സരി ഗ ഗരി സ സരി ഗ ഗരി രെ സരി ഗരി സരി സദ സരി ഗ പ ഗരി സരി ഗ. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മളൊരു മാറ്റിയില്ലേ. ഈ സോങ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ബീബൽസ് എന്നുള്ള ഫിലിമിൽ അതിന്റെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വെസ്റ്റേൺ ഇല്ലാതെ ഇൻക്ലൂഡ് ചെയ്ത് ഫസ്റ്റ് ആൽബത്തിന് വേണ്ടി ചെയ്തത്. അതിനകത്തുള്ള വെസ്റ്റേൺ ഒന്ന് പാടി. വെസ്റ്റേൺ കുറേ ഉണ്ട്. ജസ്റ്റ് I wanna tell everyone I'm gonna rock you around. മറന്നു. കുറേ ഉണ്ട്. അത് ഒത്തിരി ഒരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ സ്റ്റേജിൽ ആ സമയത്ത് അവതരിപ്പിക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതൂടെ പാടും. അതിലൊരു ഫോക്ക് വരുന്നുണ്ട്. ഫോക്ക്, വെസ്റ്റേൺ, ക്ലാസിക്കൽ മൂന്നും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്.